ഹായ് ഗായ്സ്, ഞാൻ അപ്പിലു. ഗിരീഷേട്ടന്റെ ലീവ് ഏകദേശം കലാശക്കൊട്ടാവാനായപ്പോ കുറച്ചധികം എണ്ണയും അടിച്ച് അതിരാവിലെ തന്നെ രണ്ട് നായ്ക്കളും കൂടി തണ്ടാൻ പോവാണ്. കുതിരാനും താണ്ടി പകുതി എത്തിയപ്പോഴാണ് ഗിരിയേട്ടൻ പറഞ്ഞത് കുതിരാൻ അമ്പലം ഒന്ന് കണ്ടിട്ട് വരാന്ന്. അങ്ങനെ വണ്ടിയും തിരിച്ച് പഴയ പാലക്കാട് കൊച്ചി ഹൈവേയിൽ കയറി. വണ്ടി റൂട്ടിൽ ലോട്ടറി കട ഹോട്ടലിൽ ഒരുപാടുണ്ടായിരുന്നു. വണ്ടിയും ബഹളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓണായിരുന്നു. ഇന്നിപ്പോ വലിയ മൗനം പാലിച്ച് മരിച്ചു വീട്ടിൽ പോണ പോലെ ഉണ്ട്. കുതിരാന് വന്നതോടുകൂടി ഈ റോഡ് ഫുള്ള് ഇല്ലാണ്ടായി. അന്ന് ഈ റൂട്ടിലെ മെയിൻ താരമാണ് ഈ കാണുന്ന സാക്ഷാൽ കുതിരാൻ അമ്പലം. വണ്ടിക്കാരും ഭക്തരും തിരക്ക് കാരണം പൈസകളൊക്കെ എല്ലാരും എറിഞ്ഞിട്ടാ പോയിട്ടുണ്ടായിരുന്നു. അത് പെറുക്കാൻ വേണ്ടി മാത്രം ഒരു പണിക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ നിമിഷം എല്ലാം ഒരു ഓർമ്മകളായി മാറി. എന്നിട്ട് ഞങ്ങൾ വെറുതെ ഇതിന്റെ ഒരു എൻഡ് വരെ പോയി വന്നു. നോക്കുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല, പൊട്ടിച്ചിട്ടിക്കാണ്. അവിടുത്തെ വിസിറ്റിംഗ് ഒക്കെ നമ്മൾ നേരെ പോയത് ന്യൂസ് കണ്ട ഉടൻ തന്നെ പോണ ആഗ്രഹിച്ച ഒരുപാട് മോഹിച്ച അക്കുഡേറ്റിൽ കുളിക്കാൻ പോവാണ്. നമ്മൾ നല്ല നായ്ക്കളായതുകൊണ്ട് 2 ദിവസം മുന്നേ അക്കുഡേറ്റ് വെള്ളം നിർത്തി. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. കുന്നോളം ആഗ്രഹിച്ച കുരുന്നോളം കിട്ടുന്നല്ലേ, എന്നാ അങ്ങനെ കിട്ടിയതാണ് ആ കാണുന്ന നക്കി തുടയ്ക്കാൻ പറ്റിയ വെള്ളം. ആ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ നേരെ തൃശ്ശൂര് പോയി. നോക്കുമ്പോ തലേന്ന് രാത്രി അവിടെ കൊടുങ്കാറ്റ് അടിച്ച പോലെ ഉണ്ട്. എല്ലാവരുടെയും മരം വീണ് കിടക്കണ്. അത്ഭുതത്തോടെ അതൊക്കെ കണ്ട് തൃശ്ശൂരിന്റെ വികാരമായ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി. ഞാൻ ആദ്യമായിട്ടാ പോണേ, എനിക്ക് നല്ല ഇഷ്ടമായി. നോക്കുമ്പോ പൂരങ്ങളോ ഒരുക്കങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ടായി. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പൂരത്തിന് നമ്മളുണ്ടേ. അതും കഴിഞ്ഞ് നേരെ പോയത് ഗുരുവായൂർ അമ്പലം. അവിടുത്തെ അമ്പലക്കുളത്തിൽ കുളിക്കാനുള്ള പ്ലാനിലെ പോയത്. പക്ഷെ ഈ കടവിന് ചുറ്റും ജനങ്ങൾ നിൽക്കുമ്പോ ഒരു മടി. അവിടെ അമ്പലത്തിനുള്ളിൽ തന്നെ ഈ കാണുന്ന ഡാൻസും കണ്ട് ഗിരിയേട്ടൻ പറഞ്ഞ് ഗുരുവായൂർ പപ്പടം അടിപൊളിയാണെന്ന്. ഹലാക്കിന്റെ വലിപ്പുള്ള ഒരു പപ്പടവും വാങ്ങി അവിടുന്ന് മെല്ലെ ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ വന്നതൊരു കാര്യത്തിന്, അവസാനം നടന്നതാണെങ്കിലും അമ്പല തീർത്ഥാടന യാത്ര പോലുണ്ട്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ വിട്ടത് ഗുരുവായൂരിനടുത്തുള്ള ചാവക്കാട് ബീച്ചിലേക്ക്. നല്ല പടക്കിന ഫ്രഷ് മീൻ കണ്ടപ്പോ ഐസിട്ട് വരുന്ന പാലക്കാട്ട് മീൻ കഴിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ 3-4 കിലോ വാങ്ങണത് നിർബന്ധമാണ്. ഇനി ഒരു 2 ദിവസത്തേക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഫുള്ള് മീൻ. അത് കഴിഞ്ഞപ്പോ കടലിൽ പോയി ഒരു കുളി കുളിച്ച്. ഏത് മൂട്, വെഞ്ഞാറ മൂട്. രാവിലെ കുളിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് വീട് കയറും മുന്നേ എന്തായാലും കുളിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ഹോട്ടലിൽ പോയിട്ട് നല്ല മീൻകറിയും പൊറാട്ടയും കൂട്ടിയിട്ട് തന്നെ അടിച്ച്. ഏത് മൂട്, ചാവക്കാട് മൂട്. പോണ വഴിക്ക് വണ്ടി നിർത്തി മീനിൽ ഐസിട്ടത് വെള്ളമായി കഴിഞ്ഞാൽ കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കാണ് ഗിരീഷേട്ടൻ. അങ്ങനെ ഫൈനലി സ്ഥിരം കൂടപ്പിറപ്പ് എണ്ണ കഴിഞ്ഞു. ഒരുപാടൊന്നും തള്ളി തുടങ്ങിയില്ല. മാലാകനെ പോലെ ഈ ഒരു നല്ലൊരു മനുഷ്യനെ കണ്ടു പെട്ടെന്ന്. മൂപ്പര വണ്ടി കയറിപ്പോയി പമ്പ് പോയിട്ട് പെട്രോൾ വാങ്ങി. ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് കാക്ക. ഈ പൊള്ളുന്ന വെയിലത്ത് നിങ്ങൾ ചെയ്ത സഹായം മരിച്ചാലും മറക്കൂല. എന്റെ ഭാഗത്തുനിന്ന് സഹായം തരാൻ പറ്റിയില്ലെങ്കിലും പടച്ചോന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉണ്ടാവട്ടെ. നല്ല പെരുത്ത ചൂട് കാരണം പോണ വഴിക്കൊക്കെ 2-3 കടയിൽ കയറി പലവക പലതരം വെള്ളങ്ങളൊക്കെ കുടിച്ച്. എന്നിട്ട് വീടെത്തിയതും ഗിരിയേട്ടന്റെ പങ്ക് ഗിരിയേട്ടന് കൈമാറി. എന്റെ പങ്കും എടുത്ത് എന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് എന്റെ വീട്ടിലുള്ളവരൊക്കെ നൊസ്റ്റാൾജിക്ക് പല്ലാങ്കുഴി കളിക്കുന്നുണ്ട്. ഇമാരി പരിപാടി കളികളൊക്കെ നമ്മളവിടെ എപ്പോഴും ഉണ്ടേ. 19-നും 18-നോടും ചോദിച്ചാ അറിയും ഈ കളിന്റെ ത്രില്ലും പവറും ഭവിഷ്യത്തൊക്കെ. മീന് ചട്ടിയിലാക്കി കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ഗുരുവായൂർ പപ്പടവും പൊരിച്ച് ചോറ് കഴിച്ചൊന്ന് ഉറങ്ങിയപ്പോഴാണ് ചെവിന്റെ ഉള്ളിലേക്ക് വല്ലാത്ത ബഹളം കാരണം കൊണ്ട് എണീച്ച് നോക്കുമ്പോ എന്താ വെക്കേഷന്റെ എഫക്റ്റ് ആണ്. ഇടുപ്പിലും കൈമലൊക്കെ കിട്ടുന്ന ചരട് കൊണ്ട് ഉണ്ടാക്കിയ ഊനാല പോലെ ഉണ്ട്. കയറിന്റെ വലിപ്പം കണ്ട വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കി. നേരെ ആട്ടി ആ പീസിന്റെ കൊട്ടയെ കൊണ്ടിടും പറഞ്ഞ് പേടിപ്പിച്ച്. ആ അപ്പലേഷൻ സൗണ്ട് കുറഞ്ഞ പോലെയൊക്കെ. മൂപ്പര് ഇപ്പൊ വീണ്ടും പഴയ പോലെ തന്നെ. ആരോട് പറയാൻ. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി, വെടിക്കെട്ട് പരിപാടി. നാട്ടിലെ ഗ്യാങ്ങിനെ കൂട്ടി നമ്മളീ പോണത് 27-ാം തീയതി നടക്കാനിരിക്കുന്ന ഞങ്ങളെ ഗ്യാങ്ങിലെ ഫിറോസിന്റെ കല്യാണ പരിപാടിന്റെ വെടിമരുന്ന് സെക്ഷൻ പൂർത്തിയാക്കാനുള്ള കുറച്ച് ലേശം അത്യാവശ്യ പടക്കങ്ങൾ വാങ്ങിക്കാൻ പാലക്കാട് അങ്ങാടിക്കുള്ളിൽ ശ്രീഗീത പടക്കക്കടയിൽ നിന്നും കുഴപ്പമില്ലാത്ത റേറ്റിന് ക്വാളിറ്റി പടക്കങ്ങളും വാങ്ങി ചെറുതായിട്ട് കുറച്ച് ജ്യൂസും കുടിച്ച് കല്യാണത്തിന് വല്ലാത്ത കാറ്റയ്ക്ക് ഷൂ എടുക്കാൻ പോയി. തൊട്ടതും പിടിച്ചതും കണ്ടതൊക്കെ നല്ല കളക്ഷൻസ് ആയതുകൊണ്ട് കാജാക്ക് പെട്ടെന്ന് തന്നെ ഷൂ കിട്ടി. ഷൂ വാങ്ങിയോ കാജാന്റെ ട്രീറ്റ് മോമോസും കാളഞ്ഞോ അടിച്ചു കയറ്റി. ഓക്കെ ജിമ്മിലൊക്കെ എന്ത് തീറ്റയാണെന്നറിയോ. തിരിച്ചു വരുമ്പോ രാവിലെ കണ്ട ഗിരിയേട്ടനും കൂട്ടരും കപ്പിൾ റൈഡ് കഴിഞ്ഞു വരുന്നുണ്ട്. പൊളി. പിറ്റേന്ന് രാവിലെ തന്നെ കിട്ടിയ പണി അജുവിനെ കടയെ കൊണ്ടാക്കാനും എന്നിട്ട് കട തുറന്നതിന് ശേഷം ചായയും കടിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കണം. വാങ്ങിയ കടി രണ്ടാളും കൂടി ഇരുന്ന് തിന്നുമ്പോഴാണ് ഒരു കോള് വന്നത്. BSF-ൽ നിന്ന് ലീവിന് വന്ന കൂട്ടുകാരനെ പുതിയ ഐഫോൺ എടുക്കാനും വേണ്ടി വിളിച്ച് കുളിച്ചു കുട്ടപ്പനായിട്ട് ഞാൻ വേഗം അവന്റെ അടുത്തേക്ക് പോയി. ഇവനാണ് അവൻ അനുജിത്ത്. BSF-ലാ പറഞ്ഞ് ഇല്ലാത്ത താടിയും മീശയും പിരിക്കുന്നവൻ. ഇവിടുത്തെ ഐഫോണിന്റെ ആപ്പിള് പകുതി കടിച്ചിട്ടുണ്ട് പറഞ്ഞ് കടിക്കാത്ത ആപ്പിള് വാങ്ങാനായിട്ട് അടുത്ത ഷോപ്പിൽ പോയി. അപ്പോഴാണ് നമ്മൾ 2 ഫോളോവേഴ്സിനെ കണ്ടത്. കൈയൊക്കെ തന്ന് സംസാരിച്ച സന്തോഷത്തില് ഞാൻ അവരെയും കൂട്ടി ജ്യൂസ് കുടിക്കാൻ പോയി. ചെക്കന്മാര് ഹാപ്പി, ഞാനും ഹാപ്പി. അതല്ല നമ്മൾ ഫോൺ എടുത്തിട്ടില്ലേ. ഇനി ഫോൺ എടുക്കാൻ പോണത് ബിസ്മിന്റെ അകത്തളങ്ങളിലേക്കാണ്. അവിടെ പോയപ്പോഴാണെങ്കിൽ കളറ് പിങ്ക് ഉള്ളൂ. ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം ആദ്യം പോയ കടയ്ക്ക് തന്നെ വന്നു. ചെറുതായിട്ട് വവ്വാല് കൊത്തിയിട്ട് പോയി ആപ്പിളാണ് പറഞ്ഞ് എടുപ്പിച്ചു.
ഫൈനലി അവൻ വന്നു. ആര് വന്നു? സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്ന് വെച്ച അടവുകൾ അടച്ചുറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഐഫോണൊക്കെ എടുത്തതിൽ അപ്പൊ ഒരു ട്രീറ്റ് മസ്റ്റ് ആണ്. ഒടുവിൽ ഫോൺ എടുത്ത ട്രീറ്റ് നെഹദി മന്തി വഴി തീർത്ത്. നേരത്തെ പറഞ്ഞ ഫിറോസിന്റെ കല്യാണത്തിന് പോസ്റ്ററും കാര്യങ്ങളും ഇംഗിർദാല പണിക്ക് വേണ്ടി നമ്മൾ എത്തിക്കുന്നത് ക്യൂപ്രിന്റ് എന്ന കടയ്ക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മട്ടത്തിലും ഭാവത്തിലും കോലത്തിലും എന്ത് വേണേലും ചെയ്തു തരും. ഞാനിപ്പോ ഒരു 10 അൾട്രാ 16 പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരൂല. അതൊക്കെ കല്യാണ പരിപാടിക്ക് കാണിച്ചു തരും. ചെയ്ത പോസ്റ്ററൊക്കെ എത്രത്തോളം ചിരിക്കാനുണ്ടെന്ന് ഇവരെ ചിരി കണ്ടാ മനസ്സിലാവും. ഇനി കല്യാണത്തിന് ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ് കോഡ് എടുക്കാൻ പോവാണ്. വെയറിൻ പറയുന്ന ഷോപ്പിലാണ് നമ്മളിപ്പോ ഉള്ളത്. ടോട്ടൽ 5 പേരുണ്ട്. പക്ഷെ ഇവിടുന്ന് കിട്ടിയ കളർ 3 ഉള്ളൂ. പിന്നെ അതും തപ്പി ഞങ്ങൾ അടുത്ത കടയിൽ പോയി നോക്കുമ്പോ ഞങ്ങൾ വിചാരിച്ച ഐറ്റം കിട്ടിയില്ല. പക്ഷെ വേറൊന്ന് കാജാക്ക് കിട്ടി. കാജ പിന്നെ ഒന്നും നോക്കിയില്ല, പണം വീശി സാധനം ഇറക്കി. പിന്നെ പോയത് മാക്സിക്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ ഉണ്ടാവൂല, നമ്മളെ കളർ ഇവിടെ കിട്ടൂലെന്ന്. പറഞ്ഞ പോലെ തന്നെ ഒന്നും കിട്ടിയില്ല. ഫൈനലി ഞങ്ങൾ എത്തിയത് പിന്നെ ഫറീക്കാണ്. ഇവിടെ ആണെങ്കിലും നല്ല പൊടിപാറും ജബറൻ കളക്ഷൻസ് ഉണ്ട്. ഷോപ്പുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ കളർ അത്രയും റിസ്കിയാണ്. അതും പോരാണ്ട് 2 ദിവസത്തിനുള്ളിൽ ഒപ്പിച്ചേരാന്നും പറഞ്ഞു. അതിന് നമ്മൾ തൂറാമുട്ടുമ്പോഴല്ലേ പറമ്പ് തപ്പിയത്. നമുക്ക് സമയല്ലേ. പോണ വഴിക്ക് ഇത്താത്താനും കൂട്ടരെയും കണ്ടപ്പോ സംസാരിച്ച് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റാളെ വരവ്. ആരെ വരവ്? ഈ കാണുന്ന ട്രെയിനിന്റെ വരവ് തന്നെ. ഈ ഒരു സിറ്റുവേഷൻ ആസ്പദമാക്കി കുറെ കാലം എന്തേലൊക്കെ പറയണം വിചാരിക്കുന്നു. ആകപ്പാട് ട്രെയിൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് 5 മിനിറ്റിന്റെ ഉള്ളിലായിരിക്കും. പക്ഷെ ട്രെയിൻ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിന്റെ മുകളിൽ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. വല്ലാത്തൊരു മാതിരി അലമ്പ് പരിപാടി തന്നെയല്ലേ. ഈ കലബിലെ ചറപറ ബ്ലോക്ക് കഴിഞ്ഞ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും വെള്ളരി പ്രാവുകൾ പറക്കുന്ന ഞങ്ങളെ മൊക്കിലേക്ക് എത്തി. ഇവിടെ ഇരുന്ന് കുറച്ചേരം തൊളയാരം കുത്തി കുറ്റവും പറഞ്ഞ് ബഡായി അടിച്ച് ഞങ്ങൾ പോയി. ഒരു സമാധാനം. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അകം വെട്ടുന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അകം വെട്ടിയ സുന്നത്തിന്റെ കൂലി കിട്ടുമെന്ന് വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഹല്ല് പള്ളി, താഴെ മുരളി പള്ളി. ഇനിയിപ്പോ എന്താ നിസ്കരിക്കന്നെ. പള്ളി പിരിഞ്ഞ് വീട്ടിൽ എത്തിയതും ഗുരുവായൂർ പപ്പടം കൂട്ടി ചോറ് കഴിക്കാൻ വിചാരിച്ച്. അപ്പോഴാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. ഇന്ന് രാവിലെ പപ്പട പാക്കറ്റ് എടുത്ത് ചപ്പാത്തിയാണ് വിചാരിച്ച് ദോശക്കല്ലിലിട്ട് ചുട്ടു. സാക്ഷാൽ വെല്ലിമ്മ. അങ്ങനെ കുറച്ച് റിസ്ക് എടുത്ത് ഗുരുവായൂർ പപ്പടം കൂട്ടി ചോറ് കഴിച്ചു. ഈ വൈറ്റ് ടീഷർട്ടാണ് കല്യാണ ചെക്കൻ ഫിറോസ്. നിങ്ങൾ വിചാരിച്ച പോലെ ഫിറോസിന് പണി മാത്രമല്ല കൊടുത്ത്. ഞങ്ങളുടെ ഗ്യാങ് എല്ലാരും കൂടി പിരിച്ച് നല്ലൊരു തുക അഡ്വാൻസ് ആണ് ഇപ്പൊ കൊടുത്തത്. ബാക്കി ഞങ്ങൾ വഴിയെ ചേർത്തി കൊടുക്കുന്നുണ്ട്. കല്യാണ പരിക്കുള്ള കുറച്ച് ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ നമ്മളെ പള്ളിയിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ട് ഇറക്കി വെച്ചു. അടുത്തൊരു ഫോട്ടോ ഫ്രെയിം ഈ ട്രോഫിയിൽ സെറ്റ് ചെയ്യാനും വേണ്ടി വീണ്ടും എത്തി ക്യൂപ്രിന്റ് കടയ്ക്ക് തന്നെ. അങ്ങനെ അതൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോ വീണ്ടും തലതെറിച്ച പരിപാടി, ഡ്രസ് എടുക്കൽ ചടങ്ങന്നെ. ഇന്നലെ പോയ ഗഡ്സ് ഷോപ്പിന്റെ വലിയ ഔട്ട്ലെറ്റിക്ക് എത്തി. കളക്ഷൻസിന്റെ കൺഫ്യൂഷൻ കാരണം സ്റ്റാഫുകളെ വെറുപ്പിച്ച് ഞാൻ എനിക്കൊരു ഷർട്ടും എടുത്ത്. എന്നിട്ട് വേറെ കടയിൽ പോയി എല്ലാവർക്കും കൂടി ഒരു ഡ്രസ് കോഡും എടുത്ത് വലിയൊരു തലവേദന ഒഴിവാക്കി നമ്മൾ നേരെ പോയത് എന്തേലൊക്കെ പള്ള നിറച്ച് കയറ്റാനും വേണ്ടി. രാവിലെ മുതൽ തണ്ടലായതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. നാളെ രാവിലെ മുതൽ ഫിറോനുള്ള പണികൾ ഓരോന്നോരോന്നായി കൊടുത്തു തുടങ്ങും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ കാണുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ കാട്ടുപോയി ലേശം വടികളും കാര്യങ്ങളൊക്കെ വെട്ടിയെടുത്ത് കല്യാണ ചെക്കന്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് പോവാണ്. ഇതാണ് അവന്റെ വീട്ടിലേക്ക് പോണ വഴി. അവന്റെ ഇക്കാന്റെ കല്യാണത്തിന് എല്ലാരും കൂടി കെട്ടാൻ പോയ ഗ്യാപ്പില് മൊട്ട വെയിലത്ത് നമ്മൾ നിന്ന് പണിയെടുത്ത് കൊടുത്തൊരു പണി. അപ്പൊ വിചാരിക്കണ്ട അതെന്ത് ഇക്കാന്റെ കല്യാണത്തിന് കെട്ടാൻ പോയിക്കണെന്നല്ലേ. ഫിറോസിന്റെ ഇക്കാക്ക ഫഹദിന്റെയും ഒരുമിച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പൊ ഇക്കാന്റെ ഭാര്യ വീട് ലേശം ദൂരത്തായതുകൊണ്ട് പോയി വരാൻ എന്തായാലും ലേറ്റ് ആവുമെന്നറിയാം. വന്നിറങ്ങുമ്പോ ഞങ്ങൾ ഈ ചെയ്തു വെച്ച പണികൾ മുഴുവനും അവരെല്ലാം ചിരിച്ച് കൈമാറണേ എന്ന നീയത്തോടു കൂടി ചെയ്തതാണ്. വീട്ടിലേക്ക് പോണ വഴിന്റെ തുടക്കം മുതല് വീട് വരെയും ഇതുപോലെ പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ അവന്റെ ഫാമിലി മുഴുവനും എത്തി. ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാരും ചിരിച്ച് കൈമാറി. എല്ലാവരും അത്ഭുതം കൊണ്ട് ചിരിച്ചു നിൽക്കുമ്പോഴാണ് ഫഹദ് ഖാന്റെ കല്യാണ പെണ്ണിന്റെ എൻട്രി ഉണ്ടായത്. അപ്പൊ വന്നിറങ്ങിയ ഫഹദ് ഖാക്ക് നമ്മളെ വക ചെറിയൊരു സ്വീകരണം കൊടുത്ത് ഒരു 10-20 ഓലപ്പടക്കത്തിന്റെ മാല. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഫിറോസ് എത്തി. അവൻ ഇത്രയും വിചാരിച്ചില്ല. അവന്റെ അത്ഭുതം കണ്ടപ്പോ മനസ്സിലായി പൊന്നുമോനെ ഫിറോസ് ഇപ്പൊ കണ്ടത് ഒരു തുടക്കം മാത്രമാണ്. അന്ന് രാത്രി നാട്ടിലെ പ്രമുഖരും എല്ലാവരും കൂടിച്ചേർന്ന മൈലാഞ്ചി കല്യാണം ഉഷാറാക്കി. മെയിൻ ഫുഡ് അടി തന്നെ. അങ്ങനെ വന്ന നാട്ടുകാർ മുഴുവനും പോയി എന്ന് ഉറപ്പായപ്പോ വീട്ടുകാരും ഫാമിലിയും ഞങ്ങളും ചേർന്ന് പാട്ടും ഡാൻസും കൂത്തൊക്കെ ആയിട്ട് മൈലാഞ്ചി കല്യാണം അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ വാഴയും വിട്ട് ഞങ്ങൾ ഈ പോണത് കല്യാണ ചെക്കനുള്ള കല്യാണ വണ്ടി ഒരുക്കാൻ. കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് പണിയെടുത്ത് അടിക്കാൻ കൊടുത്ത ഡ്രസ്സും വാങ്ങി കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് എല്ലാവരും തിരിച്ചെത്തി. ഇതാണ് നമ്മളെ ചെക്കൻ ഫിറോസിന്റെ കോസ്റ്റ്യൂം. ഫിറോസിന് പോവാനുള്ള വണ്ടിയാണ് ബാക്കി കിടന്ന് തിരിച്ചു കളിക്കുന്നത്. ഏത് മൂഡ്? ഡോഡ്ജ് മൂഡ്. നമ്മളെ തൊട്ടടുത്ത മഹല്ലെത്തിക്കാണ് നിക്കാഹിന് പോണത്. 1 കിലോമീറ്റർ ഉള്ളിക്കുള്ള ഇപ്പൊ പോണ പള്ളിക്ക് ആ ഭാഗത്തേക്കാണ് ഫിറോസ് ഡോഡ്ജ് കൊണ്ട് വന്നിരിക്കുന്നത്. എന്താ ഫിറോന്റെ ലെവല്? പൊളി മൂഡ്. അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാർ നമ്മളൊക്കെ എത്തിച്ചേർന്ന് നല്ല രീതിക്ക് നിക്കാഹ് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. ഇനി വണ്ടിന്റെ പിന്നാലെ നമ്മളെല്ലാരും കൂടി മണ്ഡപത്തേക്ക്. ഹലാക്കിന്റെ മലക്കുൽ മൗത്ത് വണ്ടി ഉണ്ടാവുമ്പോ നമ്മളെ കാര്യം നോക്കാനാണ്. എന്തിനു പറയണ, വീട് കാണുന്ന നിങ്ങൾ പോലും നമ്മളെ നോക്കിയിട്ടില്ല. ചെക്കനെ മണ്ഡപത്തേക്ക് കയറ്റുമ്പോ ചെറുതായിട്ട് 2 സ്മോക്ക് കത്തിച്ച് അലമ്പായി.
അലമ്പായി. ചില്ലറ അലമ്പൊന്നല്ല, നല്ല രീതിക്ക് അലമ്പായി. പുക ഫുള്ള് മണ്ഡപത്തിന്റെ ഉള്ളിൽ ഒരു സ്ഫോടനം നടന്ന പോലെ ഉണ്ട്. അങ്ങനെ പത്തി നിൽക്കുന്ന ഗ്യാപ്പിലാണ് ഫോട്ടോ എടുക്കാൻ പോയത് എല്ലാരും. എഞ്ചിനും ഡ്രൈവറും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി ഓടിച്ച് കല്യാണ പെണ്ണ് വരുന്നുണ്ട്. അങ്ങനെ ഫിറൂന്റെ 6 വർഷ പ്രണയത്തിന്റെ കാത്തിരിപ്പിനൊടുവില് അവന്റെ സ്വപ്നസുന്ദരമായ സ്വപ്നങ്ങളിൽ ഒന്നായ കാര്യം ഇന്ന് നടന്നു. ഞമ്മക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നല്ല ഫുഡ് അടിക്കുക. ഫുഡ് അടിക്കാനുള്ള മഹാറാലിയാണ് ഇപ്പൊ തന്നെ പോണത്. നല്ല ചിക്കൻ ബിരിയാണി അടിച്ച് പൊളിച്ചടിക്കി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മോക്ക് കത്തിച്ച അലമ്പായിന്ന്. ചെറിയ അലമ്പൊന്നല്ലേ, നഷ്ടം എനിക്ക് മാത്രം. എന്റെ പുതിയ ഷർട്ടിൽ സ്മോക്കിന്റെ കളർ മുഴുവനുമായി. സങ്കടമൊന്നുമില്ല, ചെറിയ വിഷമം. ഇനിയാണ് മക്കളെ എല്ലാരും കാത്തിരുന്ന നമ്മളെ സിഗ്നേച്ചർ പരിപാടി. നാട്ടിലുള്ള മുഴുവൻ ചെക്കന്മാരും ഗ്യാങ്ങും എല്ലാരും വന്ന് ഫിറോസിന്റെ വരവിന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ ഡോഡ്ജിൽ വന്നിറങ്ങുന്ന ഫിറോസിനെ ഡോഗിൽ കയറ്റാൻ പോവാണ്. ബൊക്ക കൊടുത്ത് സ്വാഗതം ചെയ്ത് ഷെഫീക്കും വല്ലാത്ത കാര്യം. അങ്ങനെ നമ്മുടെ ലക്ഷറി വണ്ടി കയറ്റി നാട്ടുകാർക്ക് മുഴുവനും ഫ്രീ പ്രദർശനം നൽകി. ചെക്കന്മാരും കുട്ടികളും എല്ലാരും കൂടി മെല്ലെ മെല്ലെ കൊണ്ടുപോവാണ്. താത്തമാരൊക്കെ നോക്കണം എന്താണ് കാടിളകി വരികയാണോന്ന്. മാലപ്പടക്കം കൊളുത്തി പരിപാടി ഒന്നുകൂടെ ഉഷാറാക്കി. പട്ടാസ് ബാള് ഷെഫീക്ക്. എടുത്തു പറയേണ്ടത് ചെക്കന്മാര് തന്ന സപ്പോർട്ട് ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. ഇവരൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയ്ക്ക് ആക്കിയെടുക്കാൻ തന്നെ പറ്റിയത്. 3 പൂക്കുറ്റിയും കൂടി കൊളുത്തി. റിസപ്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ കയറ്റി. വൈകിട്ടുള്ള പരിപാടിന്റെ ഡ്രസ് കോഡ് വിട്ട് ചെറിയൊരു ട്രോഫി എടുത്ത് നമ്മൾ നേരെ ഫിറൂന്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവനെ പെട്ടെന്ന് മണ്ഡപത്തിക്ക് പറഞ്ഞയച്ച് വേറെ കളറൊന്നും കിട്ടാണ്ട് അവസാനം കറുപ്പന്നെ എടുത്ത് ഡ്രസ് കോഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഞങ്ങളും പോയി മണ്ഡപത്തിക്ക്. ആദ്യം തന്നെ മണ്ഡപത്തിക്ക് എത്തിയതോ ഈ കാണുന്ന വിസിറ്റിംഗ് കാർഡ് എല്ലാവർക്കും കൈമാറി. അവസാനം എല്ലാവരും കയ്യേകാൻ വേണ്ടി ഒത്തുകൂടുന്ന ഭാഗത്ത് അവന്റെ പോസ്റ്ററുകളൊക്കെ വെച്ച് അലങ്കരിച്ചു. പള്ളം നിറച്ച് ഫുഡും അടിച്ചു കയറ്റി. ഐസ്ക്രീമും ചായയൊക്കെ കുടിച്ച് ഞങ്ങളെ കലാപരിപാടികളിലെ അവസാന ഘട്ടമായ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന 30 ഷോട്ട് വെടിക്കെട്ടോടുകൂടി പരിപാടി അവസാനിച്ച് വിചാരിക്കുമ്പോഴാണ് കേക്ക് വാങ്ങി പെണ്ണിന്റെ വീട്ടിൽ പോവാന്നൊരു പ്ലാൻ ഉണ്ടായി. പെട്ടെന്ന് തന്നെ കേക്കും വാങ്ങി രാത്രി നമ്മൾ നേരെ പെണ്ണിന്റെ വീട്ടിൽ പോയി. കേക്കും മുറിച്ച് കഴിപ്പിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങൾ പിരിഞ്ഞു. വീഡിയോ ഇഷ്ടമായ സർക്കബയ്യ ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ സലാം.